ഹായ് ഓൾ, എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഗ്ഗ് ക്യാൻഡിലാണ്. എഗ്ഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കളർഫുള്ളായിട്ട് മുട്ടയുടെ ഷേപ്പിൽ സിമ്പിളായിട്ട് തന്നെ വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ നമുക്കിത് വീടുകളിൽ ഭംഗിക്കായിട്ടും ഡെക്കറേഷനായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മെഴുകൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സേഫായിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മെഴുക് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് ആ പാത്രത്തിലേക്ക് കുറച്ച് മെഴുകുതിരി ഇട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ മെഴുക് നല്ലപോലെ ഉരുക്കിയ ശേഷം അതിൻ്റെ തിരികളൊക്കെ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് നമുക്ക് ഇത് കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു മുട്ട എടുത്ത് അതിൻ്റെ മുകളിൽ അടിയിൽ ഓരോ ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഉണ്ടാക്കുന്ന ഹോള് വലുതും അടുത്ത സൈഡിൽ ഉണ്ടാക്കുന്ന ഹോള് ചെറുതും വളരെ ചെറുതുമായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഐറ്റംസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് മുട്ട നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കണം. നനവില്ലാത്ത രീതിയിൽ ഉണക്കിയെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു ട്രേയിൽ കുറച്ച് മണൽ നിറച്ച് മുട്ട അതിൽ മറിഞ്ഞ് വീഴാതെ സ്റ്റഡി ആയിട്ട് നിൽക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് റെഡിയാക്കണം. അടുത്തതായി നമ്മൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ആ മുട്ടയുടെ അടിവശത്തെ ചെറിയ ഹോളിലൂടെ നമ്മൾ നേരത്തെ മെഴുകുരുക്കിയപ്പോൾ മാറ്റി വെച്ചിരുന്ന ആ തിരി മുട്ടയുടെ ഉള്ളിലേക്ക് കടത്തി മുകൾ വശത്തെ വലിയ ഹോളിലൂടെ പുറത്തേക്ക് ഇടണം. നമ്മൾ തിരി മുട്ടയുടെ ഉള്ളിൽ നേരെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയാണ്, നടുഭാഗത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിയിൽ ഹോളിട്ട് അതിലൂടെ തിരി കോർത്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തിരി കോർത്തെടുത്ത ശേഷം നമുക്ക് മുട്ട ഈ മണലിൻ്റെ ട്രേയിലുള്ള മണലിലേക്ക് ഒന്ന് പതിപ്പിച്ച് വെക്കാം. അപ്പോൾ മുട്ട അനങ്ങാതെ അതിൽ സ്റ്റഡി ആയിട്ട് നിന്നോളും. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് കളറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്രയോൺ പെൻസിൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ ക്രയോൺ പെൻസിൽ നമുക്ക് ആവശ്യമുള്ള കളർ, അതായത് എന്തൊക്കെ കളറാണ് നമുക്ക് ക്യാൻഡിൽ വേണ്ടത് അത് കളറ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളറുകളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ആ മെഴുക് ചൂടോടുകൂടി തന്നെ ആ കളർ ക്രയോൺസ് ഇട്ടിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മെഴുക് ക്രയോൺസിൻ്റെ അതേ കളറിലേക്ക് മാറുന്നതായിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന എഗ്ഗ് ഷെല്ലുകളിലേക്ക് ഓരോ കളർ മെഴുകും വീഡിയോ കാണുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം. മെഴുക് ഉപയോഗിക്കുമ്പോൾ കൈ പൊള്ളാതെയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അപകടങ്ങൾ കുറച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ഉണങ്ങി കിട്ടാൻ. പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ അതിൽ നല്ലത് 1 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്ത് ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാൻഡിലുകളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉണങ്ങിയ ക്യാൻഡിലുകളുടെ തോട് വീഡിയോ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു നൈഫോ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് പതിയെ നമുക്കൊന്ന് പൊളിച്ചെടുക്കണം ആ തോട്. അപ്പോൾ തോട് പൊളിച്ചതിന് ശേഷം നമ്മുടെ ക്യാൻഡിലിൻ്റെ അടിഭാഗം, അതായത് മുട്ടത്തോടിൻ്റെ വലിയ ഹോളുണ്ടായിരുന്ന ഭാഗം, അവിടെയുള്ള തിരി ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യണം. അതായത്
നമുക്ക് നിലത്ത് അത് മറിഞ്ഞ് വീഴാതെ കറക്റ്റായിട്ട് ഇരിക്കാനുള്ള രീതിയിൽ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ തോട് പൊളിച്ചതിന് ശേഷം നമ്മുടെ ക്യാൻഡിലിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് സ്ക്രാച്ചസ് ഉള്ള സ്ഥലത്ത് കുറച്ച് തീ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ അത് ക്ലിയർ ആയി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ക്യാൻഡിലിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ക്യാൻഡിലുകൾ വീഡിയോ കാണുന്ന പോലെ കത്തിച്ച് വീടുകളിൽ ഭംഗിയായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഗ്ഗ് ക്യാൻഡിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.